ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള ഇടിയപ്പമാണ്. അപ്പോൾ ഈ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിന്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളത്തിന്റെ അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടിയപ്പം കറക്റ്റായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല. വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇടിയപ്പം പിഴിയുമ്പോൾ വല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടും, നന്നായിട്ട് ബലം പിടിക്കേണ്ടി വരും. ഗോതമ്പിന്റെ ഇടിയപ്പം എന്ന് മാത്രമല്ല, നമ്മുടെ അരിയുടെ ഇടിയപ്പവും വെള്ളത്തിന്റെ അളവ് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ കൊളസ്ട്രോൾ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ തേങ്ങ ഒഴിവാക്കിയിട്ട് ഇടിയപ്പം ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ള ആളുകളാണെങ്കിൽ തേങ്ങയും തേങ്ങാപ്പാലും ഒന്നും വേണ്ട, നമുക്ക് കറികൾ ചേർത്തിട്ട് ഇടിയപ്പം കഴിക്കാമല്ലോ. പിന്നെ ഇടിയപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, പൊടി നന്നായിട്ട് വറുത്തെടുത്തിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നതെന്ന്. ഗോതമ്പ് പൊടിയും വറുത്തെടുക്കുക. പിന്നെ ഈ ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ആശീർവാദ ആട്ടയാണ്. അപ്പോൾ ഈ ആശീർവാദ ആട്ടയുടെ വെള്ളത്തിന്റെ കണക്കാണ് ഞാൻ പറയുന്നത്. നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചെടുക്കുന്ന ഗോതമ്പ് പൊടി ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ അളവിൽ ചെറിയ വ്യത്യാസം വരും. അപ്പൊ നമ്മൾ കുഴിച്ചു നോക്കുമ്പോൾ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക, അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് എന്ന ഐക്കണിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ആ ബെൽ ഐക്കണിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റുള്ളൂ. പലരും നമുക്കിപ്പോ ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നില്ല, അല്ലെങ്കിൽ ഇന്നിപ്പോ ഒന്ന് വീഡിയോ ഇട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് കമന്റ്സ് വരാറുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നില്ലേ എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കുമ്പോൾ ഇല്ല അതെന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. സബ്സ്ക്രൈബ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാകുമ്പോഴാണ് ഈ നോട്ടിഫിക്കേഷൻ വരാതിരിക്കുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി രാവിലെ 10 മണി കഴിയുമ്പോൾ ഒന്ന് നമ്മുടെ ചാനൽ എടുത്ത് നോക്കിക്കോളൂ, വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടാവും. പിന്നെ നെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഡിലേ വരാറുള്ളൂ. 10 മണിക്കുള്ളിലായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഇടിയപ്പത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമുക്ക് ആകെ 2 ഇൻഗ്രീഡിയൻസ് മതി, ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ തേങ്ങ ചിരവിയതും. പിന്നെ നമുക്ക് ഉപ്പും വെള്ളവും കുറച്ച് ആവശ്യമുണ്ട്. സാധാരണ നമ്മൾ ഇടിയപ്പത്തിന് പൊടി കുഴയ്ക്കുന്ന പോലെ തന്നെയാണ് ഗോതമ്പ് കൊണ്ടുള്ള ഇടിയപ്പത്തിന് പൊടി കുഴയ്ക്കുന്നത്. ഗോതമ്പ് പൊടി ഒന്ന് വറുത്തെടുത്തതിന് ശേഷമാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ സാധാരണ നമ്മൾ അരിയുടെ ഇടിയപ്പം ഉണ്ടാക്കിയപ്പോൾ ചേർത്തതുപോലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കുന്നതിന് ഇഡ്ഡലിത്തട്ടിൽ അടിയിലും ഇടിയപ്പത്തിന് മുകളിലായിട്ടും തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കണ്ട. അപ്പോൾ ആദ്യം നമുക്ക് ഈ പൊടി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മൾ പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടാണ് ഞാൻ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ മെഷറിംഗ് കപ്പിൽ. പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. പൊടി ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും പൊടി വറുക്കരുത്. നമ്മൾ അരിപ്പൊടിയാണ് വറുത്തെടുക്കുന്നതെങ്കിലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക. പിന്നെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടി അടിഭാഗം കരിഞ്ഞു വരും, മുകൾ ഭാഗം കറക്റ്റായിട്ട് കുക്കാവില്ല. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വറുത്ത പൊടിയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ പൊടി വറുക്കാൻ വെക്കുമ്പോൾ തന്നെ അടുത്ത ബർണറിൽ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൊടിയാണെങ്കിൽ വറുക്കുന്ന ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഗോതമ്പ് വാങ്ങിച്ചിട്ട് പൊടിപ്പിച്ചെടുക്കുന്ന പൊടിയാണെങ്കിലും രണ്ടും തമ്മിൽ വറുക്കുന്ന ടൈമിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചെടുക്കുന്ന പൊടിയാകുമ്പോൾ കുറച്ചുകൂടി അതിൽ തവിടും കൂടുതലായിരിക്കും. ഇതാകുമ്പോൾ അത്രയും തവിടുണ്ടാവില്ല. അപ്പോൾ അതാണ് വ്യത്യാസം രണ്ടും തമ്മിൽ. അപ്പോൾ ആ തവിട് കൂടുതലുള്ള പൊടി കുക്കായി വരാൻ കുറച്ച് സമയം എടുക്കും. അതുപോലെ തന്നെ അത് നമ്മൾ വറുത്തതിന് ശേഷം നന്നായിട്ട് അരിച്ചിട്ട് വേണം ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ കുഴച്ച് കഴിയുമ്പോൾ അത് പെർഫെക്റ്റ് ആവില്ല. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ആശീർവാദ ആട്ടയുടെ പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഗോതമ്പ് പൊടി വറുത്ത് വരുമ്പോൾ നമ്മൾ സാധാരണ അരിപ്പൊടി വറുക്കുമ്പോൾ ഉള്ള പോലെ തന്നെ നല്ലൊരു മണം വരും. ആ സമയം വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ പൊടി നമ്മൾ വറുക്കാൻ തുടങ്ങിയിട്ട് 6 മിനിറ്റ് ആയി. ഇത്രയും മതി. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനിയിപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഏത് പാത്രത്തിലാണോ പൊടി കുഴച്ചെടുക്കുന്നത് അതിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് ഇളക്കിയതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്യാം. ഇടിയപ്പത്തിന് പൊടി കുഴയ്ക്കുമ്പോൾ വെള്ളത്തിൽ ഉപ്പ് കൂടുതലായിരിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടിയപ്പത്തിന് കറക്റ്റായിട്ട് ഉപ്പുണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാൻ പോവാണ്. ഉപ്പ് കുറവാണ്.
അപ്പോൾ ആദ്യമേ നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് ഉപ്പ് കറക്റ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആവില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇടിയപ്പത്തിൻ്റെ പൊടി മിക്സ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഉപ്പ് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളത്തിൽ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ചേർക്കാം. അപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക. അതിനുശേഷം മിക്സ് ചെയ്യുക. ഇപ്പോൾ ചൂടോടെ നമ്മൾ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യരുത്. നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൈ നന്നായിട്ട് പൊള്ളി വരും. പൊടിക്കും ചൂടുണ്ട്, അതുപോലെ തന്നെ വെള്ളത്തിന് നല്ല ചൂടുണ്ട്. നമ്മൾ സാധാരണ ഇടിയപ്പത്തിന് പൊടി കുഴയ്ക്കുന്ന പോലെ. അപ്പോൾ നമ്മൾ 2 രീതിയിൽ പൊടി കുഴയ്ക്കാറുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കാറുണ്ട്, ഇല്ലാതെ ഇതുപോലെയും ചെയ്യാറുണ്ട്. 2 രീതിയിലും ചെയ്യാം. ഏതാണോ നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാനെപ്പോഴും നമ്മുടെ കൊഴുക്കട്ടയും പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ തിളച്ച വെള്ളത്തിലേക്ക് അങ്ങോട്ട് പൊടി ഇട്ടിട്ടാണ് കുഴച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഗോതമ്പ് പൊടി ആകുമ്പോൾ നമുക്ക് പല ബ്രാൻഡായിരിക്കും ഓരോ പ്രാവശ്യവും കിട്ടുന്നത്. അരിപ്പൊടി ആകുമ്പോൾ നമ്മൾ വീട്ടിൽ പൊടിപ്പിക്കുന്ന പൊടിയാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണെങ്കിൽ നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിൽ കൂടി എളുപ്പത്തിൽ പിഴിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ബലം പിടിക്കേണ്ടി വരും ഇടിയപ്പത്തിൻ്റെ അച്ചിൽ പിഴിയാനായിട്ട്. വെള്ളം കറക്റ്റല്ല, മാവിൻ്റെ കുഴയ്ക്കൽ സോഫ്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മളിതിൽ കുറച്ച് സാധാരണ നമ്മൾ അടയൊക്കെ പരത്തുമ്പോൾ വെള്ളം എടുത്ത് അടുത്ത് വയ്ക്കാറില്ല, അതുപോലെ കുറച്ച് പച്ചവെള്ളം എടുത്ത് അടുത്ത് വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കുഴച്ച് വരുമ്പോൾ നമ്മുടെ കൈ ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പച്ചവെള്ളം എടുത്ത് അടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ കുഴയ്ക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ പൊടിയുടെ ചൂട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് കൈ ഉപയോഗിച്ച് പതുക്കെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കുറച്ച് വെള്ളം അടുപ്പിച്ച് വയ്ക്കുക, അതിനുശേഷം മാത്രം നമ്മൾ കുഴച്ചു തുടങ്ങുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈ നന്നായിട്ട് പൊള്ളും. ചെറിയ ചൂടോടുകൂടി തന്നെ ഈ പൊടി കുഴയ്ക്കണം, ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ ഇതുപോലെ കുഴച്ച് തുടങ്ങിയിട്ട് കൈ പൊള്ളുന്ന സമയം, ഇടയ്ക്ക് കൈ പൊള്ളുന്നത് പോലെ തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിലൊന്ന് കൈ ഡിപ്പ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് കുഴയ്ക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് വരുന്നത് വരെ നമ്മൾ കുഴച്ച് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിപ്പൊടി പത്തിരിക്കും കൊഴുക്കട്ടയ്ക്കും ഇടിയപ്പത്തിനും കുഴയ്ക്കുന്ന പോലെ സോഫ്റ്റായിട്ട് പൊടി കുഴച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. നമ്മൾ ഗോതമ്പ് പൊടി കുഴയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ വിരൽ ഉപയോഗിച്ച് പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് താഴ്ന്നു പോകണം. ഇങ്ങനെയാണ് ഗോതമ്പ് പൊടി സോഫ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് വറുത്ത പൊടി ആയതുകൊണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അരിപ്പൊടി ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഫിനിഷിങ്ങിൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്കിനി ഇത് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ഇഡ്ഡലി തട്ടിലാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ഇതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തടവി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇടിയപ്പം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെളിച്ചെണ്ണ തടവുന്നത്. ഇടിയപ്പത്തിൻ്റെ മോൾഡുണ്ടല്ലോ, ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു മോൾഡാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് ഈ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നിറയുന്നത് വരെ ഇട്ട് കൊടുക്കരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കുറച്ച് താഴെയായിട്ട് നിൽക്കണം എപ്പോഴും. ഏറ്റവും ഈ ടോപ്പ് വരെ നമ്മൾ ഫില്ല് ചെയ്യരുത്. കണ്ടോ, ഇത്രയുമേ ഞാൻ ഫില്ല് ചെയ്യുന്നുള്ളൂ, ബാക്കി ഫില്ല് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഇതുപോലെ വെച്ചിട്ട് അടയ്ക്കാൻ പറ്റണം. അടച്ച് കറക്റ്റായിട്ട് അടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും കുറച്ച് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്തതിന് മുകളിലായിട്ടാണ് നമ്മൾ തേങ്ങ വെച്ച് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ അരിപ്പൊടി കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനിവിടെ തേങ്ങ മാത്രമേ വയ്ക്കാറുള്ളൂ, വെളിച്ചെണ്ണ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാറില്ല. ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ടാണ് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്യുന്നത്. പിന്നെ തേങ്ങ വയ്ക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് വയ്ക്കാം, നമുക്ക് എത്ര അളവ് വേണമെങ്കിലും വയ്ക്കാം. തേങ്ങ ചേർത്ത് ഇടിയപ്പം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് നമ്മൾ തേങ്ങ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും ബലം പിടിക്കാതെ ഈസി ആയിട്ട് ഇടിയപ്പം പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഇഡ്ഡലി തട്ടിന് പകരം നമുക്കിപ്പോൾ ഇതിൻ്റെയും താഴെ ഒരു നെറ്റ് പോലെയുള്ളൊരു പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് വേണമെങ്കിൽ അതിലേക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി വട്ടത്തിൽ നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിത് 2 കപ്പ് പൊടിക്ക് 2 കപ്പ് തിളച്ച വെള്ളം ചേർത്തിട്ടാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. അത് നിങ്ങളെടുക്കുന്ന പൊടിയുടെ വ്യത്യാസം അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വരാം. അപ്പോൾ 2 കപ്പ് വെള്ളം എന്ന് പറഞ്ഞോന്ന് വെച്ചിട്ട് 2 കപ്പ് വെള്ളം ഒരുമിച്ച് തന്നെ ഒഴിക്കരുത് ഒരിക്കലും. കുറച്ച് ഒരു 1.25 കപ്പൊക്കെ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ കുഴച്ച് നോക്കുക. ഇതുപോലെ നമുക്ക് ഇഡ്ഡലിത്തട്ട് മുഴുവനായിട്ട് ഇടിയപ്പം പിഴിഞ്ഞിങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മൾ ഇടിയപ്പം മുഴുവനും പിഴിഞ്ഞു കഴിഞ്ഞു. മുഴുവനെന്ന് വെച്ചാൽ ഈ ഒരു ഇഡ്ഡലി തട്ടിലേക്കുള്ള പിഴിഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് തേങ്ങ വയ്ക്കാം.
വളരെ കുറച്ച് തേങ്ങ വയ്ക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിയിൽ ആവശ്യത്തിന് തേങ്ങ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇടിയപ്പം കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം വയ്ക്കുകയാണ് ഞാൻ. പിന്നെ ടേസ്റ്റ് കൂടും എന്ന് പറഞ്ഞു. പിന്നെ അടിയിലും മുകളിലും കുറേ തേങ്ങ വയ്ക്കേണ്ട ആവശ്യമില്ല. എവിടെയെങ്കിലും ഒരു സൈഡിൽ നമ്മൾ തേങ്ങ വെച്ചാൽ മതി കൂടുതലായിട്ട്. ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ഇഡ്ഡലി തട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ വേറൊരു ഇഡ്ഡലി തട്ടിലും ഞാൻ എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്കും ഇടിയപ്പം പിഴിഞ്ഞെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇടിയപ്പം പിഴിഞ്ഞ് വെച്ച് ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. ഇതിനി ഒരു 8 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചെടുക്കുന്ന ഗോതമ്പ് പൊടിയാണെങ്കിൽ 10 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ 8 മിനിറ്റ് കുക്ക് ചെയ്യുക. നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന പൊടിയാണെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. പിന്നെ നേരത്തെ പൊടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ പൊടിപ്പിക്കുന്ന പൊടിയാണെങ്കിൽ നമ്മൾ വറുത്തതിന് ശേഷം അരിപ്പയിൽ നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ ചെറിയ കണ്ണിയുള്ള അരിപ്പ് എടുക്കുക. നമ്മൾ അപ്പത്തിൻ്റെ പൊടിയൊക്കെ അരിക്കുന്ന ചെറിയ കണ്ണിയുള്ള അരിപ്പ് എടുത്തിട്ട് അരിക്കുക. വലിയ കണ്ണിയുള്ള അരിപ്പ് എടുത്തിട്ട് അരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ കൂടി നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല. വലിയ ഹോളുള്ള അച്ചായിരിക്കണം. ഇതിപ്പോൾ ഞാൻ ചെറിയ ഹോളുള്ള അച്ചാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. വീട്ടിൽ പൊടിപ്പിക്കുന്ന പൊടിയും നമ്മൾ വാങ്ങിക്കുന്ന പൊടിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് കുക്കാവട്ടെ. അപ്പോൾ നമ്മൾ ഇടിയപ്പം കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 8 മിനിറ്റ് ആയി. നമുക്കൊന്ന് തുറക്കാം. നമ്മുടെ ഇടിയപ്പമൊക്കെ കുക്കായിട്ടുണ്ടോയെന്ന് എങ്ങനെയാണെന്ന് നോക്കാന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാണ്, കയ്യിൽ ആവി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മളൊന്ന് തൊട്ട് നോക്കുക. കയ്യിൽ ഒട്ടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇടിയപ്പം കുക്കായിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊക്കി നോക്കാം. കറക്റ്റായിട്ട് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇടിയപ്പം കുക്കായി. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അടുത്ത ഇഡ്ഡലി തട്ടും ഇതുപോലെ തന്നെ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അടുത്ത തട്ടിൽ നമ്മൾ ഇടിയപ്പം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത ഇടിയപ്പത്തിൻ്റെ തട്ട് വെച്ചിട്ടുണ്ട്, പിഴിഞ്ഞ് വെച്ചിരുന്ന തട്ട്. ഇതിൽ ഞാൻ മുകളിൽ തേങ്ങ ഇടാതെയാണ് വെച്ചിരിക്കുന്നത്. അടിഭാഗത്ത് തേങ്ങയുണ്ട്, മുകൾ ഭാഗത്ത് തേങ്ങയില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 രീതിയിലും ചെയ്യാം. ആദ്യം നമ്മൾ തേങ്ങ ഇട്ടിട്ട് ചെയ്തു, ഇതുപോലെ തേങ്ങ ഇടാതെയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതും 8 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇടിയപ്പം എല്ലാം നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. അതുപോലെ തന്നെ കറക്റ്റായിട്ട് കുക്കായിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഷുഗർ പേഷ്യൻസിനും അതുപോലെ തന്നെ കൊളസ്ട്രോളും പ്രഷറും എല്ലാ അസുഖങ്ങളുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയതാണ്. പ്രഷറുള്ള ആൾക്കാരാകുമ്പോൾ ഒരു നുള്ളുപ്പ് ചേർക്കുക. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഈ ചെയ്ത പോലെ തന്നെ ചെയ്യുക. കൊളസ്ട്രോൾ ഉള്ള ആളുകളാണെങ്കിൽ ഈ തേങ്ങ അങ്ങ് ഒഴിവാക്കിയിട്ട് ഇടിയപ്പം നമുക്ക് കറി ചേർത്ത് കഴിക്കാം. ഇതാവുമ്പോൾ ഇപ്പോൾ നമുക്ക് തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർത്ത് കഴിക്കാം. ഷുഗർ പേഷ്യൻസിന് പഞ്ചസാരയും തേങ്ങാപ്പാലും പറ്റില്ല. അപ്പോൾ ഷുഗർ ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർത്ത് കഴിക്കാം. നമ്മൾ സാധാരണ നമ്മുടെ അരിപ്പൊടി കൊണ്ടുള്ള ഇടിയപ്പം കഴിക്കുന്ന പോലെ തന്നെ ഷുഗറുള്ള ആളുകളാണെങ്കിൽ ഏത് കറിയാണോ നമുക്കിഷ്ടം അത് ചേർത്ത് കഴിക്കാം. അപ്പോൾ വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും ഒരേപോലെ ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഗോതമ്പ് പൊടി കൊണ്ട് ഇതുപോലെ ഹെൽത്തി ആയിട്ട് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.